RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന വിഷു ആഘോഷത്തെ കുറിച്ചാണ്. 2 ദിവസമാണ് ഇപ്രാവശ്യം വിഷു ആഘോഷം നടന്നുകൊണ്ട്. ഇന്നലെ ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ വിഷു ആഘോഷിച്ച് ബാഴ്സലോണ ആഘോഷമാക്കി മാറ്റി റയൽ മാഡ്രിഡ് ഫാൻസ്. അപ്പോ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രി വീഡിയോ, അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ വിഷു ആഘോഷം എന്ന് പറഞ്ഞാല് വെടിക്കെട്ടുകൾ കൊണ്ട് അങ്ങനെ എന്താ പറയാ ഒരു കൂട്ടപരിശലുണ്ടല്ലോ, അതോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുന്നു. റയൽ മാഡ്രിഡ് അങ്ങനെ തരിപ്പണാക്കി എന്ന് പറയല്ലേ റയൽ മാഡ്രിഡിന്. ആ ഒരു അവസ്ഥയിൽ വിഷു ആഘോഷം അവസാനിച്ചിരിക്കുന്നു ഈ കൊല്ലത്തെ. അപ്പൊ എന്തായാലും ബാഴ്സ ഫാനും ഹാപ്പിയാണ്, റയൽ മാഡ്രിഡ് ഫാൻസും ഹാപ്പിയാണ്. ഇന്നലെ ഉറങ്ങാത്ത ബാഴ്സ ഫാനൊക്കെ ഇന്ന് നന്നായിട്ട് ഉറങ്ങും. അപ്പോ റയൽ മാഡ്രിഡുകാർക്ക് ഉറക്കൊഴിക്കേണ്ട രാത്രിയാണെന്ന്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഉറക്കം പോകും. എന്ത് തന്നെ ഉറങ്ങാൻ നോക്കിയാലും കുറെ ആൾക്കാരൊക്കെ വീട്ടിൽ പറയുന്നത് തലകാണ വെച്ചിട്ട് കിടന്നാൽ മതി, പുതപ്പും താഴെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റമോണ്ടാടെ എങ്ങനെ അടിക്കാന്ന് ബാഴ്സയ്ക്ക് കാണിച്ചു കുറെ ടീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഇങ്ങനെയാണ് UCL അടിക്കാന്നുള്ളതൊക്കെ കാണിച്ചു തരാന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ? എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കിട്ടല്ല. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്കലിക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോ ബയർ മ്യൂണിക്കിന്റെ കൂടെ 4-3 അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി തോറ്റു. ഓക്കെ, 6-4 അഗ്രിഗേറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ബാഴ്സലോണ ഇന്നലെ 2-1 വിജയിച്ചു. പക്ഷെ അഗ്രിഗേറ്റില് 3-2 അഗ്രിഗേറ്റില് അവർ പുറത്തായി. അങ്ങനെ 2 ടീം പുറത്തായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ബാഴ്സയുടെ സ്കോഡും അതേപോലെ റയൽ മാഡ്രിഡിന്റെ സ്കോഡും നോക്കണം. ഈ സീസണിൽ റയൽ മാഡ്രിഡ് ട്രോഫി ഇല്ലാതെയാണ് മടങ്ങാൻ പോകുന്നത്. എന്താ പറയുക, ലാ ലീഗിൽ 9 പോയിന്റ് ലീഡ് ഉണ്ട്. ഇവിടെ UCL പോയി, കോപ്പ ഡെൽ റേ പോയി, സൂപ്പർ എസ്പാനിയോട് പോയി, എല്ലാം പോയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2ാമത്തെ കണ്ടിന്യൂസ് സീസണാണ് റയൽ മാഡ്രിഡ് വരുന്നത്. റയൽ മാഡ്രിഡിൽ ലോകോത്തര താരങ്ങൾ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. ബാഴ്സലോണയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു ടീം ഒരു പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാത്ത സിറ്റുവേഷനിലേക്ക് പോയി കഴിയും. എന്നിട്ടും അവര് ഇവിടെ എത്തി. കഴിഞ്ഞ സീസണിൽ സെമി ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ ക്വാർട്ടർ ഫൈനൽ വെച്ച് അവരുടെ കളി ചിലപ്പോ നമ്മള് ഇവരിന് ചിലപ്പോ എന്റെ കൺഫേം ആയിട്ടുള്ളതല്ല, റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയറിന്റെ സാലറിയും കൂടി നമ്മളിവിടെ ബാഴ്സന് 3-4 പ്ലെയറിന്റെ സാലറി ഉണ്ട്. അതൊക്കെ ശരിയാണ്. അതെന്താ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ 2 കളിയെക്കുറിച്ചും ഒന്ന് വിലയിരുത്താം. എന്താണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം നമുക്ക് റയൽ മാഡ്രിഡിൽ തന്നെ തുടങ്ങിയാലോ? എന്തായാലും റയൽ മാഡ്രിഡ് ഇപ്പൊ ചൂടോടെ കളി കഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് ഇന്നൊരു ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വരാം. ബാഴ്സലോണയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ റയൽ മാഡ്രിഡിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ബാഴ്സയും പുറത്ത്, റയലും പുറത്ത്. ഞാൻ പക്ഷെ ഇന്ന് എന്താണ് തമ്മിലൊക്കെ യൂട്യൂബിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബാഴ്സ പുറത്തും റയല് അകത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, എങ്ങാനും കംബാക്ക് അടിച്ചിട്ട് വരും. അത് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ പിന്നെ ഏകദേശം ഉറപ്പിച്ചാണ് ആ കളി. എന്താ പറഞ്ഞാല് ബയർ മ്യൂണിക്ക് ഇങ്ങനെ ബോൾ പൊസിഷനും കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുന്ന സമയത്ത് 30ാം സെക്കൻഡിൽ കളി തുടങ്ങിയിട്ട് 30ാം സെക്കൻഡിലാണ് ആർത്ത് ഗുലാറിന്റെ അത് ന്യൂയറിന് അത് കിട്ടണം. ആ ചങ്ങയുടെ ഇന്നെങ്ങാനും തോറ്റിട്ടുണ്ടെങ്കിൽ ആ ചങ്ങയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ആ 2 ഗോളുകൾ ലാസ്റ്റ് കളിയില് ടോപ്പിൽ വെച്ച് ഈ കളിയില് താഴ്ത്ത് ചവിട്ടി നിരത്തണമായിരുന്നു. ജസ്റ്റ് വിസിൽ ചെയ്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് ആ ആർത്ത് ഗുലാറിന്റെ ഒരു ഗോള്. എന്താ പറയാ, ക്ലാസ് പറയാ. ആ ന്യൂ ഇയർ എവിടേക്ക് നോക്കിയിട്ട് പാസ് ഇട്ടു. കിംച്ചി അവിടെ നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇട്ടുകൊടുത്ത 2 സെന്ററിലൂടെ ആ 1 സെക്കൻഡ് ആലോചിക്കാതെ ഇതേപോലെ ആർത്ത് ഗുലാർ ലാ ലീഗിൽ അടിച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ഗോള്. അത് സെന്ററിന്റെ കൃത്യമായിട്ട്. അത് പറഞ്ഞാൽ അത്രയും 1 സെക്കൻഡ് ഇല്ലാണ്ട് ആളുടെ ഫേവറേറ്റ് ഫുട്ടായ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് ആ ഗോൾ അടിക്കുന്നത്. ആ ഗോളും അടിക്കുന്നു. അതിനുശേഷം കുറച്ച് സമയം, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും ബയർ മ്യൂണിക്കിന്റെ ആ ഒരു കോർണറിലൂടെ, സെറ്റ് പീസിലൂടെ ആ ഒരു ഗോൾ വരും. ആർത്ത് ഗുലാറിന്റെ ആ ഒരു ഗോള് ഇങ്ങനെ അടിച്ചപ്പോ അത് വിശ്വസിക്കാനാവാതെ റയൽ മാഡ്രിഡ് ഫാൻസ് ഇങ്ങനെ ആഹ്ലാദിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്താണ് ബയർ മ്യൂണിക്കിന്റെ ആ ഒരു ഗോള്, കിടിലൻ ഗോള് ആ കോർണർ കിക്കിൽ നിന്ന് വരുന്നത്. അത് നമ്മുടെ റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പറിന്റെ ഒരു മിസ്റ്റേക്കാണ്. ആള് ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിന് ഉള്ളിലാണ് പോയി നിൽക്കുന്നുണ്ടായിരുന്നത്. അത് അങ്ങനെ 1-1 സമനില വരുന്നത്. അടുത്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ പാലോവിച്ച് ഹെഡർ ചെയ്ത് അങ്ങോട്ട് കയറ്റി. അതെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ ബയർ മ്യൂണിക്കിന്റെ ഒരു പ്രസ്സിങ്ങും അതേപോലെ ആ ബോൾ പൊസിഷൻ ഒക്കെ വെച്ചിട്ട് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ആർത്ത് ഗുലാറിന് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത്. എല്ലാവരും വിചാരിച്ചു, നീ വിചാരിച്ചു ആരെടുക്കുന്ന കിക്ക്? ഞാൻ അർണോൾഡ് എടുക്കുന്നു വിചാരിച്ചു. പക്ഷെ ആർത്ത് ഗുലാറിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്. അത് പിന്നെയും നോയർ മിസ്റ്റേക്ക് ആണ്. നോയർ അത് ഒന്നാലും കുത്തി പുറത്താക്കണം, അല്ലെങ്കിൽ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഡൈവ് ചെയ്തു, പക്ഷെ ചെറിയ ഡൈവ് ചെയ്ത്. പക്ഷെ ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്തപ്പോൾ സിമ്പിൾ ആയിട്ട് തട്ടി പുറത്തിടാൻ നോക്കിയാണ്. അത് ഒരു എന്താ പറയുക, ഒരു കിക്ക് എടുക്കുന്നില്ല, ഒരു ആ ഒരു കർവായിട്ട് ഒരു സാധനം, അതൊന്നും പെട്ടെന്ന് കിട്ടിയുന്നില്ല. അങ്ങനെ പോസ്റ്റിനുള്ളിലേക്ക് ആള് പോകുന്നത്, അതോടുകൂടിയിട്ട്
വീണ്ടും റയൽ മാഡ്രിഡ് ലീഡ് നേടാണ്. അങ്ങനെ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 3-3 വരികയാണ്. ആ സമയത്താണ് നമ്മുടെ ഹാരി കെയ്ൻ മാസ്റ്റർ ക്ലാസ് ഒരു കിക്ക്, അടിപൊളി ഗോള്. ആ ഗോൾ കൂടി ഏകദേശം 1v1 പൊസിഷൻ, അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഹാരി കെയ്ൻ അത് അങ്ങോട്ട് ആ സൈഡിൽ ലുനിൻ ഇവിടെ നിൽക്കണേ ആ സൈഡിൽ സ്ലോട്ട് ചെയ്ത് ആ ഹോപ്പ് ബയണിനെ ഒന്നും കൂടി കൊണ്ടുവരുന്നത്. അങ്ങനെ 2-2 നിൽക്കായിരുന്നു കളി. ആ ഹാരി കെയ്ന്റെ ഗോളിന്റെ ആഘോഷം കഴിഞ്ഞാൽ അപ്പോഴേക്കും വലിയ എംബാപ്പയുടെ ഒരു വിക്കറ്റില്ല. എനിക്ക് ആ എംബാപ്പന്റെ ഗോൾ കണ്ടപ്പോ ഏതാ ഓർമ്മ വന്നു അറിയാം. എനിക്ക് എന്താ ഓർമ്മ വന്നോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ വന്നില്ല. എനിക്കൊരു ഗോൾ ഓർമ്മ അതൊന്നും മറക്കാൻ കഴിയില്ല. ഞാനൊരു അർജന്റീനക്കാരനായതുകൊണ്ട് അർജന്റീനയ്ക്കെതിരെ വേൾഡ് കപ്പിൽ അടിച്ച് ഇങ്ങനത്തെ ഒരു ഗോൾ, ഇതിന് സമാനമായിട്ടൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഗ്രിഗേറ്റ് നോക്കുമ്പോ സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി കളി എങ്ങോട്ട് പോകുന്നുള്ള ഒരു അവസ്ഥ. ഞാൻ പറയണ്ടെന്ന് പിന്നെ അടുത്ത് ഇത് ഹാഫ് ടൈമിൽ ഞാൻ പറഞ്ഞു, ഹാഫ് ടൈം ആയിട്ട് 60-ാം മിനിറ്റിൽ വരെ ഞാൻ പറഞ്ഞു എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ അത് തന്നെ വിചാരിച്ചു. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സ്ട്രാ ടൈമിന് മുമ്പ് ഏതെങ്കിലും ഒരു ടീം ഗോൾ അടിക്കും, അതോടുകൂടി കളി അവസാനിക്കുന്നു പറഞ്ഞു. പിന്നെ അത് പറഞ്ഞു. പിന്നെ ഞാൻ 70-ാം മിനിറ്റിൽ ഉറപ്പിച്ചു. ആ ബയണിന്റെ കളി കണ്ടപ്പോ പിന്നെ 70-ാം മിനിറ്റിൽ ഞാൻ അത് ഉറപ്പിച്ചു ബയൺ ജയിക്കുന്നത്. പിന്നെ നോക്കുമ്പോ കമവിംഗക്ക് റെഡ് കാർഡ് കിട്ടാന്ന് പറഞ്ഞാല് അത് ഇനിയിപ്പോ അതിനെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് റയൽ മാഡ്രിഡ് ഫാൻസ് ഒക്കെ വരും. അത് എന്താന്ന് പറഞ്ഞാല് 2 അറ്റംപ്റ്റ് ആണ്. ഒന്ന് ആ ഫൗൾ അറ്റംപ്റ്റിന് ഒരു യെല്ലോ കാർഡ് കൊടുക്കില്ലായിരുന്നു. ആ സമയത്ത് ബോളും അടിച്ച് ആ ടൈം വൈകിക്കാനുള്ള ആ ഒരു ഇത് വേണ്ടിട്ട് ബോളും കൊണ്ട് നടന്നു പോയപ്പോഴാണ് റഫറി 2 ചാൻസ് ആയതുകൊണ്ടാണ് യെല്ലോ കാർഡ് കൊടുത്ത്. അങ്ങനെ ഡബിൾ യെല്ലോ കാർഡ് കിട്ടിയത് കൂടിയിട്ട് റെഡ് കാർഡ് എടുത്ത് കാമവിംഗ പോയി നിമിഷം നേരം. അതിന് മുമ്പ് കളി റയൽ മാഡ്രിഡിന്റെ പോയത് ഇബ്രാഹിം ഡിയാസ് ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്, ആളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നലെ നമുക്ക് ബാസിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാല് ഫെറാൻ ടോറസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ ഇന്ന് ഇബ്രാഹിം ഡിയാസ് ഉള്ളവരെ ആ റയലിന്റെ കൺട്രോളിലൊക്കെ എന്താ പറഞ്ഞാല് പെട്ടെന്ന് വരുന്ന കൗണ്ടറിലും കാര്യങ്ങളൊക്കെ വിനിയും എംബാപ്പയും ഇബ്രാഹിം ഡിയാസും ഇവര് 3 പേരും ബാൻ മ്യൂണിക്കിന്റെ വിങ്ങുകളിനെയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫില് അങ്ങനെ ഗോള് അഗ്രിഗേറ്റ് സമനിലയിൽ പോയിട്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പിരിയാണ്. അപ്പോഴും റയൽ മാഡ്രിഡാണ് ജയിച്ചു നിൽക്കുന്നത്. ബയൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടിൽ 3-2 ജയിച്ചു നിൽക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി ഒരുപാട് അറ്റംപ്റ്റുകൾ നോക്കുന്നുണ്ട് റയൽ മാഡ്രിഡും. അതേപോലെ തന്നെ ബയൺ മ്യൂണിക്ക് ഒരു സൈഡിൽ പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കൗണ്ടർ കിട്ടുന്നതിൽ റയൽ മാഡ്രിഡിന്റെ എംബാപ്പയും അതേപോലെ വിനീഷ്യസ് ജൂനിയറിനൊക്കെ ഒരു ഗോൾ ചാൻസ് കിട്ടിയിരുന്നു. അതേപോലെ ഇവിടെ ഒലീസയ്ക്കൊക്കെ 2-3 അലോസിന്റെ ഒക്കെ കിടിലൻ സേവ്. ആ സേവ് പറയണല്ലോ മെയിൻ ആയിട്ട്. ഒലീസിന്റെ മിസ്സൊക്കെ എടുത്തു പറയണം. കാരണം ഒരു പ്ലേ ഉണ്ടായിരുന്നു. ആദ്യം ഒലീസ് ഇങ്ങനെ റൈറ്റ് വിങ്ങിലൂടെ കട്ട് ചെയ്ത് പോകുമ്പോ ആദ്യം ഒരു ഫേക്ക്, പിന്നെ ഒരു ഫേക്ക് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയി ഷോട്ട് എടുത്ത് എന്തായാലും ഒരു അംശത്തിന് അത് പുറത്തു പോകണ്ടായിരുന്നു. അപ്പോഴാണ് ഗോൾ കീപ്പറായിട്ട് ലുനിന് വന്ന് പുറത്ത് ശേഷം ഒരെണ്ണം കൂടി പോസ്റ്റിന്റെ മുകളിൽ കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫില് നീ ഒലീസി കളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഒലീസി മെന്റിന്റെ പോക്കറ്റിലായിരുന്നു. അമ്മാതിരി അമ്മാതിരി പൂട്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പക്ഷെ ഒലീസിന്റെയും അത്ര ഒരു ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള മത്സരം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആള് ആശാന് കിടിലൻ 2-3 പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂയിസ് ഡിയാസിന്റെ ഒരു കിടിലൻ ഗോള്, അതിനുശേഷം ഒലീസിന്റെ അവസാന ഗോൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആ ഒലീസിന്റെ എനർജി കുറവ് ലാസ്റ്റ് ഗോളിൽ നമ്മൾ കണ്ടു. എന്താ വെച്ചാൽ മറ്റേ ഗോളും കണ്ട പോലെ ഉണ്ടാ അയ്യേ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെമീനമാൻ ഇതേപോലെ സാധനം അടിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ കളി ആ എനർജി കുറവ് എന്താന്ന് വെച്ചാൽ ആദ്യം ബോൾ കിട്ടുന്ന ഏത് പ്ലെയർ ആയിരുന്നാലും വിങ്ങില് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നോക്കണമെങ്കിൽ എല്ലാവരും ഓടിപ്പോയിട്ട് ഫിനിഷ് ചെയ്യാന്നാണ് നോക്കുക. പക്ഷെ ഒലീസ് 2 ടച്ച് പതുക്കെ എടുത്തിട്ട് പിന്നെയാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത്, ബോൾ മിസ്സാവെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഫിനിഷ് ചെയ്യണം. അത് ചിലപ്പോഴേ ഗോൾ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത്ര സ്ലോ ആയിട്ട് കളിക്കണമെങ്കിൽ അവര് കൺട്രോൾ ചെയ്യാൻ തന്നെ വിചാരിച്ചു. പക്ഷെ മൈൻഡ് സെറ്റില് അങ്ങനെ ആയിട്ട് 4-3 ബയൺ മ്യൂണിക്കിന് കൊണ്ട് പോയിട്ട് റയൽ വിജയിക്കുന്നു വിചാരിച്ചാണ്. പക്ഷെ 4-3 പരാജയപ്പെടുത്തി. അവസാനത്തെ ആ വെട്ടിക്കെട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഗംഭീരാക്കിയിട്ട് ബയൺ മ്യൂണിക്ക് റയൽ മാഡ്രിഡിനെ പുറത്താക്കിയത് കൂടിയിട്ട് ഇന്നത്തെ കളി റയൽ മാഡ്രിഡ് യുസിൽ നിന്നും പുറത്തായിരിക്കണം. ഇനി എന്താ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നത്തെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് റയൽ മാഡ്രിഡിനുള്ള ദിവസം എന്ന് വിചാരിച്ചു. എന്താ കാരണം എന്ന് പറഞ്ഞാല് ആ തുടക്കം 33-ാം സെക്കൻഡിൽ 30 സെക്കൻഡിലാണ് ആ ഫസ്റ്റ് ഗോൾ വീഴുന്നത്. റയൽ മാഡ്രിഡിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? റയൽ മാഡ്രിഡ് ലിവർപൂളിനെതിരെ കളിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ ഒരുപാട് ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അതേപോലെ അത്ലറ്റിക് മാഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ UCL ഗോൾ കീപ്പർമാര് മണ്ടത്തരം കാണിക്കുന്ന അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഇന്നത്തെ ആ കളി കണ്ടപ്പോ ആർദുഗുലറിന്റെ ആ ഗോളും ന്യൂയറിന്റെ ആ മിസ്, രണ്ടാമത്തെ ആ ഒരു ഫ്രീ കിക്ക് എടുത്തപ്പോ അത് മിസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് റയൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഞാൻ ഹെഡിയൊക്കെ റെഡിയാക്കി. ബാഴ്സ അകത്തും റയൽ അകത്തും ബാഴ്സ പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള നാളത്തെ വീഡിയോക്കുള്ള ഹെഡിയൊക്കെ റെഡിയാക്കി വെച്ചാണ്. പക്ഷെ 2 പേരോട് പുറത്തായി. അപ്പോ ഇന്നലെ ഉറങ്ങാത്ത ബാഴ്സ ഫാൻസൊക്കെ ഇന്ന് കിടന്നുറങ്ങും. അതേപോലെ ഇന്ന് എന്തായാലും റയൽ മാഡ്രിഡിന് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. അത് അത്രയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും ട്രോളാണ്. അപ്പൊ ട്രോളുകളൊക്കെ തിരിച്ചു വരും, അതൊക്കെ ധൈര്യസമേതം അങ്ങോട്ട് വാങ്ങിക്കാം. അപ്പോ അങ്ങനെ
റയൽ മാഡ്രിഡ് പുറത്താവണം. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്കില് ഒലീസിക്കാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരുന്നത്. ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാരിക്കെയിൻ ഇതിനു മുമ്പ് ഇവിടെ കളിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന സമയത്ത് ആ സ്ട്രൈക്കറിന്റെ റോൾ വിട്ട് പുറത്തിറങ്ങുന്ന പരിപാടി ഉണ്ട്. ഈ ചങ്ങായി ഡിഫൻസിലും മിഡിലൊക്കെ വന്നിട്ട് ബോൾ കൺട്രോളൊക്കെ എമ്മാതിരി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ലൂയി ഡിയാസിന്റെ പെർഫോമൻസ്, അതേപോലെ കിമിച്ചിന്റെ ആ ഒരു മിഡ്ഫീൽഡിലുള്ള ഭരണം അസാധ്യം തന്നെയാണ്. അതേപോലെ തന്നെ ഡിഫൻഡ് ബയൺ മ്യൂണിക്കിനെ പോലൊരു ടീം അവർ ഇത്രയും നല്ല ഡിഫൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും റയൽ 3 ഗോൾ അടിച്ചെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലെ ബാഴ്സന്റെ ഡിഫൻസിനെ കുറിച്ച് കുറ്റമായിട്ട് കാര്യമില്ല. അവിടെ UCL ആണ് ബാഴ്സയുടെ, അതേപോലെ തന്നെ ബയൺ മ്യൂണിക്കിന്റെ, അതേപോലെ തന്നെ സിറ്റിയുടെ, ഇവരുടെയൊക്കെ ഒരേപോലെയുള്ള ശൈലികളാണ്. ചെറിയ പാസ് ടിക്കറ്റാക്ക പോലെ കൊണ്ടുപോയിട്ട് പെനൽറ്റി ബോക്സിൽ ഇട്ടിട്ട് അവിടുന്ന് ആക്രമിച്ച് കളിക്കുക, അവിടുന്ന് കിക്ക് എടുക്കുക, ഗോൾ സ്കോർ ചെയ്യാന്നുള്ളതാണ്. ആ സമയത്ത് കിട്ടുന്ന കൗണ്ടറിൽ എതിർ ടീമുകൾ മുതലാക്കും. അതാണ് ഇന്ന് വിനിയും എംബാപ്പയും. പക്ഷെ വിനിയുടെ ഒക്കെ ഒരു അസിസ്റ്റ് കൊടുത്തുള്ള കാര്യമൊക്കെ ശരി, ഇന്ന് അത്ര നല്ല പെർഫോമൻസ് ഒന്നല്ല വിനിയുടെ ഭാഗത്തുണ്ടായിരുന്നു. വിനി പിന്നെ എന്താന്ന് വെച്ചാൽ വിങ്ങിന് ബോൾ കിട്ടും, ബോൾ കൊണ്ടുപോവാ, ബോള് എംബാപ്പയ്ക്കോ, ഇപ്പൊ എംബാപ്പയ്ക്ക് പാസ് കൊടുത്ത് എംബാപ്പ ഫിനിഷ് ആക്കുക, അല്ലെങ്കിൽ വിനി എന്നെ പോയിട്ട് ഫിനിഷ് ആക്കുക. ഇത്രേ ഉള്ളൂ വിനിന്റെ ഇന്നത്തെ കളി. അപ്പോ അങ്ങനെ റയൽ മാഡ്രിഡ് പുറത്തായിരിക്കണം. പിന്നെ റയലിന് ഇത്രയും നിരാശ കുത്തിക്കൊണ്ടിരിക്കുമ്പോ റയലിന്റെ നെഞ്ഞത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അർദ്ധ ഗുലാറിന് പോസ്റ്റ് മാച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് പോയി റഫറിയോട് തർക്കിക്കുമ്പോ ഫൈനൽ വിസിൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തർക്കിച്ചിട്ട് എന്ത് കാര്യമില്ല. ഇന്നലെ റയൽ മാഡ്രിഡ് ബാഴ്സലോണയ്ക്ക് റെഡ് കാർഡ് കിട്ടിയപ്പോ റയൽ മാഡ്രിഡ് ഇറക്കിയ റെഡ് കാർഡിനെ കുറിച്ച് കുറെ സംസാരിച്ചിട്ടുണ്ട്. അതും അർഹിച്ച റെഡ് കാർഡ് തന്നെയാണ്. അതിൽ നമ്മള് ഇത് ചെയ്യാനൊന്നുമില്ല, കോൺട്രവേഴ്സി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതും റെഡ് കാർഡ് തന്നെയാണ്, ഇത് റെഡ് കാർഡ് തന്നെയാണ്. അപ്പൊ റെഡ് കാർഡ് ഇന്നലെ പറഞ്ഞ് കളിയാക്കിയവർക്കൊക്കെ ഇന്ന് റെഡ് കാർഡിലൂടെ അതെ. അങ്ങനെ റയൽ മാഡ്രിഡ് വിസസ് ബയൺ മ്യൂണിക്കിന്റെ കളി അവസാനിച്ചിരിക്കുന്നത്. ഇനി കിടിലൻ ഒരു ഫൈനലിന് തുല്യമായ സെമി ഫൈനലാണ് PSG വിസസ് ബയൺ മ്യൂണിക്ക്. ഒരു രക്ഷയില്ലാത്ത കളിയായിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞത് ബാഴ്സലോണ വിസസ് PSG ഫൈനലിൽ വരുന്നത്. അതേപോലെ ഇപ്രാവശ്യം ആഗ്രഹിച്ചൊരു ഫൈനലാണ് ബയൺ മ്യൂണിക്ക് വിസസ് ബയൺ മ്യൂണിക്ക് വിസസ് PSG ആണ് ഫൈനൽ വരുന്നത്. പക്ഷെ അതിൽ എന്തായാലും വരാൻ നിവൃത്തിയുള്ള കാര്യമാണ്. ഇനി അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ ആഴ്സണലും ഇവരും കൂടിയിട്ടാണ് വരുന്നത്. അതെന്തായാലും ആഴ്സണല് അത്ലറ്റിക്കോ മഡ്രിഡാണ്. അത് അത്ലറ്റിക്കോ മഡ്രിഡിന് ഈ സീസണിലും ആണെങ്കിൽ സിമോണിക്ക് ഒരു കപ്പടിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. പക്ഷെ ഈ ആഴ്സണലിന്റെ അത്ലറ്റിക്കോന്റെ ഒരേപോലത്തെ സ്റ്റാറ്റസിലാണ്. കാരണം രണ്ടുപേരും ആദ്യം ഹൈയില് പോവും, പിന്നെ ലോല് വരും. ഇതേപോലെ തന്നെ സീസണിൽ. അപ്പൊ ഫൈനൽസ് ആവുമ്പോ ഈ രണ്ട് ടീമുകളും എവിടുന്ന അറിയില്ല സെക്കൻഡ് തേർഡ് ഓടിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആഴ്സണൽ ഇപ്പോ സ്പോർട്ടിംഗ് സിപ്പായിട്ട് ജയിച്ചത് 1-0. അത് സ്പോർട്ടിംഗ് സിപ്പിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ഗോൾ അടിച്ചു എന്നല്ലാണ്ട് 2 ലക്കങ്ങളിലായിട്ട് ആകെ ഒരു ഗോൾ അടിച്ചു. എമിറേറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ നെട്ടിപ്പോയി അവരുടെ സ്കോർ ഷീറ്റ് കണ്ടപ്പോൾ 0-0. അപ്പൊ സ്പോർട്ടിംഗ് സിപ്പി ഒരു ചെറിയ മീനല്ല എന്നുള്ള കാര്യത്തിൽ തെളിയിച്ചിരിക്കുക. അവര് തല ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവര് UCL നിന്ന് പുറത്തു പോയിരിക്കുന്നത്. അടുത്ത മത്സരം മിനിഞ്ഞാന്ന് രാത്രി, ഇന്നലെ രാത്രി നടന്ന മത്സരമായ മിനിഞ്ഞാന്ന് രാത്രി എന്ന് പറയാം, ബാഴ്സലോണ അത്ലറ്റിക്കോ മഡ്രിഡ് മത്സരത്തിലേക്ക് വരാം. മത്സരത്തില് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം ശരിയാണ്. പക്ഷെ ബാഴ്സലോണ ഫാൻസിനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ബാഴ്സലോണ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല UCL എന്നുള്ള കാര്യം. എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, പ്ലേയേഴ്സ്മാരിന്റെ പരിക്കുകൾ കാര്യങ്ങൾ, അതേപോലെ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ ആ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മള് ഒരു കോപ്പ സ്പാനിഷ് സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ലാ ലീഗ് ഇതിൽ ഒതുങ്ങേണ്ടി വരും. അല്ലാണ്ട് UCL പോലുള്ള മത്സരങ്ങൾ വരുമ്പോൾ അതിൽ കുറച്ച് ടാക്ടിക്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ വെറുതെ പോയിട്ട് അങ്ങനെ കളിക്കേണ്ട കളിയല്ല. അതിന് ഒരു ഒറ്റ എക്സാമ്പിൾ സിമിയോണി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാല്, സിമിയോണി ഈ മത്സരത്തിന് തൊട്ടുള്ള ലാലിക മത്സരത്തിൽ അവർക്ക് ലാലിക അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അവര് എല്ലാ പ്ലേയേഴ്സിനും, മൂസ ഗോൾ കീപ്പർ വെച്ച് ബാക്കി എല്ലാ പ്ലേയേഴ്സിനും അവർ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് അവർ ആ ഗ്രൗണ്ടിൽ അത് കാണിക്കാൻ പറ്റി. പക്ഷെ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബ്ബ് എസ്പാനിയോളായിട്ട് ഡെർബിയിൽ എന്താ കളിച്ചതെന്ന് പറഞ്ഞാല് 90 മിനിറ്റ് ഇതിനു മുമ്പുള്ള കളിയിൽ അത്ലറ്റിക്കോ മഡ്രിഡായിട്ട് ഹാഫ് ടൈം വരെ കളിച്ച പെഡ്രിയെ എന്തുകൊണ്ട് 90 മിനിറ്റ് കളിപ്പിച്ചു, അതുപോലെ ലെമീൻ യമാലിനെ എന്തുകൊണ്ട് 90 മിനിറ്റ് കളിപ്പിക്കുന്നു. അതും 2 ഗോളിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഡെർബി എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് റയൽ മഡ്രിഡായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ എന്തിട്ടാണ് ഈ പേടിക്കുന്നത്? നിങ്ങൾക്ക് UCL ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കരുത്. അവിടെ ഒതുങ്ങിക്കൂടാ. UCL എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ പരിപാടികൾ, അതേപോലെ നമ്മുടെ സ്കോഡ് ഡെപ്ത് ഒന്നുമില്ല. ഇനിയിപ്പോ പുതിയ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് 2 ഡിഫൻഡർമാരെ കൊണ്ടുവന്നാലും ഡിഫൻഡർമാർക്ക് പരിധികളുണ്ട്. ഈ ഓഫ് ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ ബയൺ മ്യൂണിക്കിന്റെ മത്സരം കണ്ടില്ല, അവര് ഈ ഹൈലൈൻ കളിക്കുന്ന അതേപോലെ അവിടെ പണി വാങ്ങിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ബാഴ്സയുടെയും ബയണിന്റെയും സിറ്റിയുടെ ഒക്കെ ആ ഒരു ഇത് വെച്ച് കളിക്കുമ്പോൾ രണ്ടാൾ ഇറങ്ങി ഡിഫെൻഡ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ പണി വാളുന്നുള്ള കാര്യത്തിൽ ഇന്നലെ പിന്നെ ഭാഗ്യത്തിന്റെ കുറെ പ്രശ്നങ്ങൾ ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ്
ആ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുന്ന ഫസ്റ്റ് ആ പെനാൾട്ടി പെനാൽറ്റി ഓൾമോസ്റ്റ് അത് എന്തിനാ തരാത്തത്. പിന്നെ അതിന് മുമ്പ് യമാലിന്റെ സെർലോത്തിന് ആ ഒരു റെഡ് കാർഡ് കൊടുത്ത ആ ഒരു സോഫ്റ്റ് ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിന്നും ബാക്കൊന്നും ഒരു ടച്ച് ഉള്ളതുകൊണ്ടാണ് ഈ ഓൾമോയ്ക്ക് അതെന്തുകൊണ്ടാണ് 2 ടച്ച് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇട്ട് ഓൾമോനെ അങ്ങനെ ക്രഷ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥിതിയിലാണ് ഓൾമോ കൊണ്ട് വീണു. അത് സംഭവിച്ചു, അത് റെഡ് കാർഡ് കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കാരണം റയൽ മാഡ്രിഡാണ് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞാൽ അവർ ഡീൽ ചെയ്യാൻ എന്താന്ന് പറഞ്ഞാല് അവരവിടെ കിടക്കും. ആ വീണത് പരിക്കായിട്ട് കിടന്ന് ആ ഒരു ഡോക്ടേഴ്സിന് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ടൈം എടുക്കും. ആ ടൈം എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതായത് റഫറിയും അത് ഒന്ന് ശ്രദ്ധിക്കും. അപ്പോ പൊട്ടൻഷ്യൽ പെനാൽറ്റിക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ പെനാൽറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ അപ്പീൽ വരെ ചില സമയം ചെയ്യാനുള്ളതില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫെറാൻ ടോറസിന്റെ ആ ഗോൾ ഓഫ് സൈഡ് വരുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാല് ഗാവി അടിക്കുന്ന ബോള് അറ്റാലിക് മാഡ്രിഡിന്റെ ഡിഫൻഡറിന്റെ കയ്യിൽ തട്ടിയിട്ടാണ് ഹാൻഡ് ബോളും കൊടുത്തില്ല. ഓക്കെ ഈ റൂൾ പ്രകാരം നോക്കണെങ്കിൽ നമ്മള് ഡിഫൻഡറിനെ തൊട്ടിട്ട് മറ്റു പ്ലെയറിനെ വരെ ഫുട്ബോളിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഡിഫൻസീവ് ആയിട്ടുള്ള സമയത്തല്ല, ബോൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ ആ സമയത്ത് ബാക്കിലോട്ട് കൊടുത്തിട്ട് ആ ഒരു ബോൾ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് തട്ടിയിട്ട് വരുന്ന ബോളാണ്. അത് ഓഫ് സൈഡ് തന്നെയാണ്, ഓഫ് സൈഡിൽ മാറ്റമൊന്നുമില്ല. റെഡ് കാർഡും അതേപോലെ തന്നെ എറിക് ഗാർസിയയ്ക്ക് അർഹിച്ച റെഡ് കാർഡ് ഇല്ല എന്ന് പറയുന്നില്ല. അത് എനിക്ക് റെഡ് കാർഡ് ഇതായില്ല. കാരണം അതാവില്ല എന്ന് പറഞ്ഞാൽ സെർലോത്ത് ഞാൻ സൂമായിട്ട് കുറെ പിക്കൊക്കെ നോക്കി, അതൊക്കെ കണ്ടപ്പോ സെർലോത്ത് കാലിട്ട് തെന്നി വീണ പോലെ. പക്ഷെ ഈ ഫസ്റ്റ് ടച്ച് എറിക് ഗാർസിയുടെ കൈയാണ് ആദ്യം പോകുന്നത്. അത് ടച്ച് ഉണ്ട്. അത് ബാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റഫറിക്ക് വേറെ ചാൻസ് ഒന്നുമില്ല. അത് റെഡ് കാർഡ് തന്നെയാണ്. അതിലിനി നമ്മൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് കളി തുടങ്ങി 30-ാം മിനിറ്റ് ഇതേപോലെ റയൽ മാഡ്രിഡിന്റെ പോലെ 30-ാം മിനിറ്റ് ഒരു ഗോൾഡൻ ചാൻസിൽ യമാലി അടിക്കാണ്. അത് മൂസ തടുക്കാണ്. തടുത്തിട്ട് 30-ാം മിനിറ്റില് അതിനുശേഷം 4-ാം മിനിറ്റിൽ വീണ്ടും ഒരു യമാലിന്റെ പ്രസ്സിലൂടെ വന്ന ചാൻസില് ഫെറാൻ ടോറസ് ആ ഒരു പാസ് കൊടുക്കുന്ന അസിസ്റ്റ് കൊടുക്കുന്ന ഒരു സൂപ്പർ അസിസ്റ്റ് പറയാം. അത് കറക്റ്റ് ആയിട്ട് മൂസയുടെ കാലിലടിയിലൂടെ ആ ഒരു ഗോൾ കൊടുക്കും. അതൊരു എക്സ്പീരിയൻസ്ഡ് ഫിനിഷർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം യമാലിന്റെ ഈ ഫിനിഷ്. അതിന് ശേഷം വന്ന ചാൻസ് ആണ് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന നേരത്താണ് ഒരു സാഡ്നെസ് കൊണ്ടുവന്ന് പൊളിച്ചത്. ഫെർമീൻ ലോപ്പസ് ഫിനിഷ് ചെയ്യേണ്ട ചാൻസ് ഹെഡറിൽ പോയി. ആദ്യം യമാൽ ക്രോസ് കൊടുത്തു, ട്രിവല്ല ക്രോസ് കൊടുത്ത് ഫെർമീൻ ഹെഡ് കൊണ്ട് ബോൾ കൊണ്ട് അടിക്കുമ്പോ മൂസോ സേവ് ചെയ്ത് മൂസോ കാല് പരത്തി നിൽക്കുന്ന കാരണം ഫെർമീന് വീണത് നേരെ മൂസോന്റെ ബൂട്ടിലായിരുന്നു. ബൂട്ട് അങ്ങനെ ഈ മീശ ഭാഗത്തോ ഇവിടെ കീറിയിട്ട് മൊത്തം ചോരയായിരുന്നു. അതാണ് ആദ്യത്തെ ചോര കണ്ടത്. പക്ഷെ ഈ കളിയിൽ 2 ടേണിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പലവരും പല കാരണങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു ഫെർമിന്റെ ഒരു പരിക്ക്, അതേപോലെ സെക്കൻഡ് ഹാഫില് അറ്റ്ലാന്റിക് ഒരു പരിക്ക് വരുന്നുണ്ട്. ഈ 2 പരിക്ക് സമയം വരെ നല്ല ഹൈ വോൾട്ടേജിൽ കളിച്ച ഒരു ടീം ഡൗൺ ആവണം. എന്താ പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഗ്രൗണ്ടിൽ കളി നിൽക്കുകയാണ്. യമാലൊക്കെ കോർണറിന്റെ അവിടെ പോയിട്ട് ബോളിന് മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഫുട്ബോളിൽ കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കളി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു വലിയൊരു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പൊട്ടൻഷ്യലില് ആ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ ആ ഒരു ടീമിന് വീണ്ടും ഒരു ബോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡ് ഡൗൺ ആയ സമയത്ത് കൊക്കെ നടന്ന് ഓരോ പ്ലേയേഴ്സിനെയും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. കൊക്കയ്ക്ക് അറിയാം, കൊക്കെ 10-15 കൊല്ലം അത്ലറ്റിക് മാഡ്രിഡിൽ കളിക്കാൻ തുടങ്ങിയിട്ട് അവര് കപ്പിന്റെയും ചുണ്ടിന്റെയും അടിയിൽ നിന്നിട്ട് കപ്പ് അവരുടെ മുന്നിൽ തട്ടിക്കൊണ്ടുപോയി കുറച്ച് ആൾക്കാരുണ്ട്. അത് റയൽ മാഡ്രിഡാന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരൊരു വഴിക്ക് വിട്ടിട്ട് ആ കൊക്കയ്ക്ക് നല്ല അനുഭവം ഉണ്ട്. ആ കൊക്കെ അങ്ങനെ എല്ലാവരും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഴ്സലോണ ഉണർത്താൻ വേണ്ടിയിട്ട് റഫീനെ പോലെ ഒരു ക്യാപ്റ്റൻ ആ പിച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. യമാനൊക്കെ പരമാവധി ആൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾമോയ്ക്കാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത്. എനിക്ക് അറിയില്ല എന്ത് തേങ്ങയ്ക്കാണ് ഓൾമോയ്ക്ക് കൊടുത്തത്. കിട്ടിയ 2 ഗോൾഡൻ ചാൻസുകളാണ് ചെന്നൈ കളഞ്ഞു വിളിച്ചത്. അതേപോലെ തന്നെ ഒരു അസിസ്റ്റ് കൊടുത്തുള്ള കാര്യം ചെയ്യണം. അങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ. ഒരു അസിസ്റ്റ് ഒരു ഗോൾ അടിച്ച ഫെറാൻ ടോറസ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഫെറാൻ ടോറസ് എന്റെ ഒരു ലൈഫ് ലോങ് ഞാൻ ഇതുവരെ ഫെറാൻ ടോറസിന്റെ ബാസിന്റെ കളി കാണാൻ തുടങ്ങിയ ശേഷം ഏറ്റവും സൂപ്പർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു ഫെറാൻ ടോറസിന്. ഫെറാൻ ടോറസിനെ എപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തോ കൊണ്ടുവന്നത് തന്നെ ആ റാഷ്ഫോർഡിനെയും ലെവൻഡോസ്കിനെയും. അത് നീ നോക്കിയാൽ മതി. ആ റൂണി ബഗ്ദാജിന് 4 ആഴ്ചയോളം കളിക്കാതെ 1 മിനിറ്റ് പോലും കൊടുക്കാതെ ആ ഒരു 5 മിനിറ്റ് ആ 2 ക്രോസാ കൊടുത്തിരിക്കുന്ന ചങ്ങായി. അതേപോലെ ആ ഒരു തീരുമാനം ഒരു 50-60 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ യമാല് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്നോ. അതേപോലെ തന്നെ പെഡ്രിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു പെഡ്രി ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടല്ലേ വെച്ചൊക്കെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നെയാണ്. എന്താ കാരണം അതേപോലെ ഫിസിക്കൽ ഗെയിമാണ് അത്ലറ്റിക് മാഡ്രിഡ് ചെയ്യുന്നത്. അതിലൊക്കെ ഈ 2 ലെഗിൽ നോക്കി കഴിഞ്ഞാൽ 32ഓളം ഫൗളുകൾ ചെയ്തിട്ട് ആകെ 3 യെല്ലോ കാർഡാണ് കിട്ടിയത്. പറയുമ്പോ അത് എനിക്ക് അതിനോടൊക്കെ നമുക്ക്
എന്താ പറയല് നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു സ്വപ്നമാണ് യൂസ് ചെയ്ത് പറഞ്ഞാൽ, പക്ഷെ ഈ റഫറിമാരും കൂടി ഇങ്ങനെ പ്രശ്നങ്ങൾ വെക്കുന്ന സമയത്ത് പിന്നെ വേറെ വഴിയൊന്നുമില്ല, നമുക്കത് പുറത്താം. അടുത്ത സീസണിലേക്ക് ബാഴ്സ മാനേജ്മെന്റ് ഈ ഒരു പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരാം, പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. അതേപോലെ നമുക്ക് ഓരോ കളിക്കും അതേപോലെ ഓരോ ടൈമിങ്ങിനനുസരിച്ച് കോച്ചുമാർക്ക് മാറ്റം വരുത്തും. എന്താ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇന്റർ മിലാനായിട്ട് പരാജയപ്പെട്ട കാരണം എന്താ പറഞ്ഞാൽ ആ ജയിച്ച ഒരു ഗോളിൽ ജയിച്ചു നിൽക്കുന്ന സമയത്താണ് ആകെ 3-4 മിനിറ്റ് കളി കഴിയാനുള്ള, അപ്പൊ ഗോൾ കൺട്രോൾ വെക്കാതെ ആ സമയത്ത് ഹൈലൈൻ കളിക്കാൻ വേണ്ടി പോയിട്ട് വാങ്ങിക്കുന്നു ഗോള് വാങ്ങിക്കുന്ന ആ ബോൾ കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആ ഒരു ഇന്റർ മിലാനായിട്ടുള്ള ആ ഒരു ഇതിൽ പരാജയപ്പെടണം. അന്ന് ബാഴ്സയും PSG ആയിട്ട് കളി വരികയാണെങ്കിൽ ഒരു തീപ്പാറിയ ഒരു ഫൈനൽ കാണാമായിരുന്നു, അതിനും ഉള്ളതില്ല. പിന്നെ എല്ലാം ഇങ്ങനെയൊക്കെയാണ് അവസാനിക്കുന്നത്. 10-11 വർഷമായി ബാഴ്സലോണയ്ക്ക് ഒരു യൂസ് ചെയ്യുന്ന സ്വപ്നം കിട്ടിയിട്ട് 2015 നെയ്മർ ജൂനിയറും മെസ്സി സുവാരസും കൂടിയിട്ട് അടിച്ചതാണ്. അതിനുശേഷം മെസ്സി ഉണ്ടായിട്ടും അതേപോലെ മെസ്സിക്ക് ശേഷം ഒന്നും നമുക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതിന് ബാഴ്സലോണ ഇപ്പൊ അവസാനം ഒരു 5-6 വർഷമായി കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ പറയാൻ പറ്റും. ഇനിയിപ്പോ ഫ്രീ ട്രാൻസ്ഫറിൽ കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരും, നമുക്ക് കാശ് ഇറക്കാന്ന് പറഞ്ഞാൽ കാശ് വേണ്ടേ, കാശ് ഇറക്കാണ്ട് ഉള്ള പരിപാടിയൊക്കെയാണ് നോക്കൽ. അങ്ങനെ ബാഴ്സലോണന്റെ യമാലിന്റെ ഒരു ഗോള്, ഫെറാൻ ടോറസിന്റെ ഒരു ഗോള്, സെക്കൻഡ് അത് ഒരു ഓഫ് സൈഡിലൂടെ 3-ാം ഗോളൊക്കെ വന്നത് ചോദിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇതായിരുന്നാണ്. പിന്നെ അവസാനം മറോഹനൊക്കെ കിട്ടിയ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് പോയി കയ്യിൽ നിന്നുള്ള കാര്യമാണ്. ഈ സീസണും കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ പക്ഷെ ഒരു ട്രോഫി ബാക്കിയുണ്ട് നിങ്ങൾക്ക്, റയൽ മാഡ്രിഡ് ഒരു ട്രോഫി ഇല്ല എന്നാണ്. അത് ഇനി വരാൻ പോകുന്നൊരു ട്രോഫി എന്ന് പറഞ്ഞാൽ ലാലിഗിൽ ട്രോഫി കിടക്കുന്നുണ്ട്. മെയ് 10-ാം തീയതി എൽ ക്ലാസിക്കോ നടക്കാണ്ട്, അത് എൽ ക്ലാസിക്കോ ഇപ്പൊ എന്തായാലും അടിപൊളി ഒരു കോമ്പറ്റീഷൻ അല്ല, ഒരു അടിപൊളി മത്സരമായിരിക്കും കാത്തിരിക്കാൻ പോകണം മെയ് 10-ാം തീയതി. അപ്പോ ഇതൊക്കെയാണ് ബാഴ്സ റയൽ മത്സരത്തിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.